എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ കൂടെ നമുക്ക് കുറച്ച് വാചകവും പറയാമല്ലോ. ഞാൻ ആരാണ് എന്താണെന്നൊന്നും നിങ്ങൾക്ക് വലിയ പിടുത്തൊന്നുമില്ലല്ലോ. ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടെ എന്തൊക്കെയാണ് കാണിക്കുന്നത്. ഭയങ്കര തണുപ്പായതുകൊണ്ട് ജനലൊക്കെ ഇപ്പോഴാണ് ഞാൻ തുറക്കുന്നത്. ഒരു 11 മണി അങ്ങനെ ആയിട്ടുണ്ടാവും ലഞ്ചിൻ്റെ തുടങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ സാമ്പാർ ഉണ്ടാക്കണം. ഒരു മത്തനെ കൊണ്ടൊരു ഓലൻ, ഇത് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. ഇതൊക്കെ തലശ്ശേരി സ്പെഷ്യലാണ്. ഞാനിവിടെ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. ഞാൻ വന്നിട്ടിപ്പം ഒരു 10-25 വർഷത്തോളം, 23 അങ്ങനെയൊക്കെ വർഷമായി. മോൻ 1-ാം ക്ലാസ്സിൽ ചേർത്തതാണ്. ഇപ്പോൾ അവർക്ക് മൂത്താൾക്ക് 1-ാം ക്ലാസ്സിലാണ് ഇവിടെ ഞാൻ ആദ്യമായിട്ട് അഡ്മിഷൻ KVയിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ എടുക്കുന്നത്. ഹസ്ബൻഡ് ഇവിടെ മിലിറ്ററിയിലായിരുന്നു. അപ്പോൾ പിന്നെ മൂപ്പര് ശ്രീനഗർ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, നാട്ടിലേക്ക് പോകണോ ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കണോ എന്നുള്ള ഒരു ഇത് വന്നു. കാരണം വെച്ചാൽ ചെറിയ കുട്ടികളാണ്, എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കും, സർവൈവ് ചെയ്യാൻ കുറച്ച് പാടാണ്. ബാംഗ്ലൂരാണ്, ഒന്നും വലിയ പരിചയമില്ല, കന്നഡ അറിയില്ല, കുറേ കാര്യങ്ങളുണ്ടായി. പക്ഷേ ഞാൻ എൻ്റെ കുട്ടികൾ നാട്ടിലായാൽ അവർക്ക് ഞാൻ വിചാരിച്ച പോലത്തെ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ പിന്നെ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി കൊണ്ട്, പ്രത്യേകിച്ച് ആൺകുട്ടികളല്ലേ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാൻ ബാംഗ്ലൂരിൽ തന്നെ നിൽക്കാമെന്നുള്ള ഒരു തീരുമാനം എടുത്തു. ഞാൻ പക്ഷേ വിചാരിച്ചത് ഒരാളെന്നോട്, ഒരു പട്ടാളക്കാരൻ എന്നോട് പറഞ്ഞു, ഒരു 7 വർഷം ഇവിടെ താമസിച്ചാൽ കുട്ടികൾക്ക് ജോബിന് നല്ലതാണ്, ഇംഗ്ലീഷൊക്കെ നല്ല കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെയൊക്കെ വിചാരിച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടായി എനിക്ക്. കാരണം വെച്ചാൽ കുട്ടികൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ ഓടണം, എല്ലാത്തിനും ഒറ്റയ്ക്ക് ചെയ്യണ്ടേ. അപ്പോൾ കുറച്ച് പാടൊക്കെ ഉണ്ടായി. പക്ഷേ ഞാനത് പാടുപെട്ട് ഞാനിവിടെ വളരെ ധൈര്യപൂർവ്വം താമസിച്ചു. ഇപ്പം 2 കുട്ടികൾക്കും ജോലിയായി. അവർ നല്ല വിദ്യാഭ്യാസം കിട്ടി. അവർക്ക് നല്ല ഇംഗ്ലീഷും കന്നഡയും ഹിന്ദിയും ഒക്കെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് ആണ് ചെറിയ മോൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. വളരെ സന്തോഷത്തോടെ വളരെ സന്തോഷമുണ്ട് എനിക്ക് ഇന്ന് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ സ്ത്രീകളെ ലക്ഷ്യം തന്നെ നമ്മുടെ കുട്ടികളെ ഒരു വഴിയിലാക്കുക, അവർക്കൊരു ജോലി കിട്ടുക എന്നുള്ളതല്ലേ നമ്മളെ പ്രധാന ലക്ഷ്യം. അത് നടന്നു കിട്ടും. കാരണം വെച്ചാൽ നല്ലൊരു കമ്പനിയിൽ, US-ൻ്റെ ഒരു കമ്പനിയിലാണ് അവന് ജോലി കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിയൊക്കെ എൻ്റെ ഫേസിലുണ്ട്. പിന്നെ സാമ്പാറിന് വേണ്ടിയിട്ട് കഷ്ണം ഒക്കെ കട്ട് ചെയ്ത് ഞാൻ കുക്കറിൽ വെച്ചു കേട്ടോ. അതിലിടയ്ക്ക് നമുക്ക് കുക്കിങ്ങും പറയണമല്ലോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന എപ്പോഴും ഞാൻ കുക്കിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. എന്താണ് എപ്പോഴും ഈ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പിന്നെ നാട്ടിൽ തലശ്ശേരിയാണ്, കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് കേട്ടോ താമസിക്കുന്നത്. ഞങ്ങളുടെ നല്ലൊരു സ്ഥലമാണ്. കതിരൂർ എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഗ്രാമം, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ ഞാൻ മുരിങ്ങക്ക് വില കൂടിയതാണ്. മുരിങ്ങയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് നേരിയ മുരിങ്ങയാണ് കിട്ടിയത്. തീരെയില്ല, നൈസായി. തേങ്ങ പൊട്ടിച്ച് നോക്കുമ്പോൾ തേങ്ങയിൽ ഒരു തുള്ളി പോലും വെള്ളമില്ല. വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം പൊട്ടിച്ചതാണ്, വെള്ളം ഒരു തുള്ളിയില്ല. അങ്ങനെ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത്. നാട്ടിൽ എനിക്ക് അമ്മയുണ്ട്, പിന്നെ അച്ഛനൊരു മാഷായിരുന്നേ. അച്ഛൻ റിട്ടയർഡ് ആകുന്നതിന് മുമ്പിട്ട് തന്നെ അസുഖം വന്ന അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഒരു അനിയത്തിയുണ്ട്, അവളുടെ മക്കളിന് അവളുടെ ഭർത്താവ്, ഇതൊക്കെയാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്നത്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്. ഹസ്ബൻഡിന് 3 അനിയന്മാരാണ്. എല്ലാവരും കല്യാണം കഴിഞ്ഞു, ഒക്കെ സെറ്റിലായി. അങ്ങനെയൊക്കെയാണ്. പിന്നെ മത്തൻ ഞാൻ കട്ട് ചെയ്യുന്നത് വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ആണ് ഓലം വെക്കുക കേട്ടോ. കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും ഇട്ട് ഒറ്റൊരു വിസിലടിക്കും. എന്നിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ കടുക് പൊട്ടിച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് ആ ഒരു കുക്കറിൽ നമ്മൾ അടിച്ച് വെച്ചിട്ടില്ലേ, അത് അങ്ങോട്ടേക്ക് ഒരു തട്ടളങ്ങ് തട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലോണം തേങ്ങ ഇടണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ എത്ര ആൾക്കാർ ഉണ്ടാക്കുന്ന റെസിപ്പിയാണെന്ന് അറിയില്ല, പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇത് നല്ല ഫൈബറല്ല, അതുകൊണ്ട് പിന്നെ ആരോഗ്യത്തിനും നല്ലതല്ല. ചെറിയാൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല, പക്ഷേ ഞാൻ നിർബന്ധിച്ചിട്ട് കഴിക്കാൻ പറയും. ഇന്നിപ്പോൾ ലഞ്ചും ഒക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ഓഫീസിൽ, അതുകൊണ്ടൊന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് കുക്കറിൽ ഒറ്റ വിസിലടിച്ചിട്ട് ഞാൻ പരിപ്പ് വേവിക്കും. പരിപ്പും വെള്ളരി അങ്ങനത്തെ കുറച്ച് വേവ് അധികമുള്ളതൊക്കെ ഞാൻ വേവിച്ചിട്ട്, പിന്നെ മുരിങ്ങയും വെണ്ടയ്ക്കൊക്കെ ഞാൻ ലാസ്റ്റാണ് ഇടുക. പിന്നെ സാമ്പാർ എല്ലാവർക്കും അറിയുന്നില്ലേ, പുളിയൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ കുറവാണ്, പുളിയും കുറവാണ്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്നുകൂടി സെറ്റാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് 3-4 ചിക്കൻ്റെ ഫ്രൈ ചെയ്യാനുള്ള പീസ് ഉണ്ടായിരുന്നേ, അത് ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് സാമ്പാർ വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നെ കടുക് പൊട്ടിച്ചിട്ട് ഞാൻ ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കുറച്ച് പിന്നെ ഇത് നമ്മുടെ കായോടും പിന്നെ കുറച്ച് നമ്മൾ മുളക് പൊടിയില്ല അതൊന്ന് ഒരു
എന്ന് പറയുക ഒന്ന് ഫ്രൈ ഒന്നാക്കി കളഞ്ഞാൽ അന്നേരം നല്ല ടേസ്റ്റ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചില ആൾക്കാർ ഇത് ശർക്കരയൊക്കെ ഇടുന്നതാണ്, പക്ഷെ ഞാൻ അതൊന്നും ചെയ്യത്തില്ല കേട്ടോ. ഇതാണ് എൻ്റെ സാമ്പാർ. അപ്പം പിന്നെ ഒരു ബീൻസും ക്യാരറ്റും തോരൻ ഉണ്ടാക്കണം. അതൊന്നും വീഡിയോയിലില്ല, കാരണം പിന്നെ അപ്പോഴത്തേക്ക് എന്തൊക്കെയോ തിരക്കായി വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇത് അങ്ങോട്ടേക്ക് കൊട്ടുന്ന ഞാൻ പറഞ്ഞില്ലേ, കുക്കറിലുള്ള ഓലൻ അങ്ങോട്ടേക്ക് ആക്കി. ഇതെൻ്റെ കൊച്ചു അടുക്കളയാണ് കേട്ടോ, ചെറിയ അടുക്കളയാണ്. ഇത് ഫ്ലാറ്റാണ്. പിന്നെ അടുക്കള വളരെ ചെറുതാണ്, ബാക്കി കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനല്ല ബാൽക്കണിയൊക്കെ ചെറിയതാണ്, അത് കുഴപ്പമില്ല.